കൊല്ലത്തെ വയോധികരുടെ കൊലപാതകത്തിന്റെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നല്ലോ. അയാൾ ഒരു സീരിയൽ കില്ലർ ആണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം. കാരണം അയാൾ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളെല്ലാം സമാന രീതിയിലുള്ളവയാണല്ലോ. ശരിക്കും അയാൾ ഒരു സീരിയൽ കില്ലർ ആണോ? ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ സംഭവിച്ചു കേട്ടത് ഈ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലകളിലൊക്കെയാണ്. സാധാരണയായിട്ട് തദ്ദേശീയരായ ആളുകൾ തന്നെയാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുള്ളതെങ്കിൽ ഇത്തവണ ഒരു അന്യസംസ്ഥാനക്കാരനാണ് കൊല്ലം ജില്ലയിൽ കടന്നു കയറി ഇത്ര വലിയൊരു അതിക്രമം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് മെയ് 24 കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൻ്റെ 100 മീറ്റർ അടുത്ത്, അതായത് അവിടെ കൊല്ലം DCC ഓഫീസുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാർക്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ തിണ്ണയിൽ അർദ്ധരാത്രി കിടന്നുറങ്ങുകയായിരുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന 70 വയസ്സുകാരനായ ഒരു ലോട്ടറി തൊഴിലാളി. ഇദ്ദേഹം കുറേ നാളായി വീടില്ലാത്ത ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം ഒരു അഭയകേന്ദ്രത്തിലേക്ക് അടുത്തിടെ താമസം മാറും എന്നൊക്കെയായിരുന്നു ഈ വീട്ടുകാർ അല്ലെങ്കിൽ ഇയാളുടെ ബന്ധുക്കാർ ഒക്കെ പറഞ്ഞിരുന്നത്. അത് അടുത്തിടെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു ഷെൽട്ടർ ഹോമുമായിട്ട് ഇയാൾ അങ്ങോട്ടേക്ക് താമസം മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. അവസാനം ഇത് പൂർത്തീകരണത്തിൻ്റെ വക്കിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനേതാനും ഒരു മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 19 കൊല്ലം ജില്ലയിൽ തന്നെ പാരിപ്പള്ളി കല്ലുവാതിക്കൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശമുള്ള ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ സമാനമായ രീതിയിൽ 70 വയസ്സുകാരനായ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിലെ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനിടെയാണ് കൊല്ലത്ത് തന്നെ ഈ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൻ്റെ 100 മീറ്റർ അടുത്ത് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ളൊരു കൊലപാതകം രാത്രി സംഭവിക്കുന്നത്. ഇത് മെയ് 24 സംഭവിച്ചത്. അതിനുശേഷമാണ് ഈ രണ്ട് ക്രൈമുകൾ തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തിയാണ് പോലീസ് അന്വേഷണം പുരോഗമിച്ചത്. അതിൻ്റെ കാരണം ഈ കാർക്കൂൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പുറത്തുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങളും ഈ മരണപ്പെട്ടയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന പരിക്കുകളും, സാധാരണയായിട്ട് ഇത്തരത്തിലൊരു സീരീസ് ഓഫ് ക്രൈം ചെയ്യുന്ന ഒരു സൈക്കോ സീരിയൽ കില്ലറുടെ, അതായത് അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്രൈമുകൾക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ടാകും. സാധാരണഗതിയിൽ ഈ പോലീസിൻ്റെ ഡാറ്റാബേസിൽ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ, അതായത് ഇപ്പോൾ ജാമ്യത്തിലുള്ള അല്ലെങ്കിൽ പരോളിലുള്ള ക്രിമിനലുകളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി, അവരെങ്ങനെയാണ് കുറ്റകൃത്യം ചെയ്യുന്നത് എന്നുള്ളൊരു രീതി, അവർ പിന്തുടർന്ന് പോരുന്നൊരു രീതി പോലീസിൻ്റെ ഡാറ്റാബേസിൽ ഉണ്ടാകും. അങ്ങനെ ഈ കൊല്ലത്ത് കമ്മീഷണർ ഓഫീസിൻ്റെ അടുത്ത് കൊല്ലപ്പെട്ട ഈ വയോധികനായിട്ടുള്ള 70 വയസ്സുകാരനായിട്ടുള്ള രാജേന്ദ്രൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ, ഇയാളുടെ മുഖത്ത് ക്രൂരമായ രീതിയിൽ മുറിവേൽപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇയാളുടെ കഴുത്തിൽ ഒരു ലുങ്കി, ഇയാൾ ഉടുത്തിരുന്ന ലുങ്കിയാണെന്ന് തോന്നുന്നു, ഈ ലുങ്കി ഇയാളുടെ കഴുത്തിൽ കുരുക്കി തൊട്ടടുത്തുള്ള ഒരു പൈപ്പിൻ്റെ കുഴലിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു. ഈ ഒരു രീതിയിൽ ക്രൈം ചെയ്യുന്ന ആളുകൾ സമാനമായ രീതിയിലാണ് ഈ കൊല്ലത്ത് ഈ കല്ലുവാതുക്കല്ലിൽ വയോധികൻ ഈ പണി പൂർത്തിയാകാത്ത കെട്ടിടത്തിലും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് വെച്ച് പോലീസ് ഈ ഡാറ്റാബേസ് പരിശോധിക്കുമ്പോൾ സമാനമായ കൃത്യം ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ തമിഴ്നാട്ടിലെ തക്കല സ്വദേശി, കന്യാകുമാരി തക്കല സ്വദേശിയായിട്ടുള്ള വിജു സുരേഷ് എന്ന് പറയുന്ന ഒരു 23 വയസ്സുകാരനാണ്. ഇയാൾ മുൻപ് ചെയ്തു വെച്ചൊരു കൊലപാതകം എന്ന് പറയുന്നത്, ഇത് തമിഴ്നാട്ടിൽ തക്കലയിൽ കഞ്ചാവ് വലിക്കുന്നതിനിടെ ഇതിൻ്റെ പുക ശ്വസിച്ച മറ്റൊരു വൃദ്ധൻ അയാൾ ഒരു അമർഷം രേഖപ്പെടുത്തുന്നു. ഈ പ്രതിഷേധിച്ച ഈ വൃദ്ധനെ മുഖത്തടിച്ചതിന് ശേഷം ഇയാൾ വയറ്റിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷം 2024 നടക്കുന്ന സംഭവമാണ്. അതിനുശേഷം ഇയാൾ കുറച്ചുനാൾ തമിഴ്നാട് ജയിലിലൊക്കെ ആയിരുന്നു. അതിനുശേഷം പരോളിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇയാൾ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വരുന്നത് ഒരു നിർമ്മാണ തൊഴിലാളിയായിട്ടാണ്. അങ്ങനെയാണ് കൊല്ലം ജില്ലയിലെത്തുന്നത്. ഈ 24 അതായത് ഏപ്രിൽ 24 നടന്ന ക്രൈമിലാണ്, മെയ് 24 നടന്ന ക്രൈമിലാണ് ഇപ്പോൾ വിജു കൃഷ്ണനാണെന്നുള്ള സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം അവിടെ കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഈ ലോട്ടറി തൊഴിലാളി കിടക്കുന്നതിനിടെ ഇയാളുടെ സമീപത്ത് ഒരു വെള്ള ഷർട്ടും ലുങ്കിയും ഉടുത്ത് എത്തുന്ന ഒരു യുവാവ് ഇയാളുമായി വാക്കേറ്റത്തിലാകുന്നു. പിന്നീട് ഇയാളുടെ കഴുത്തിൽ ഒരു തുണി മുറുക്കി വലിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇരുവർക്കുമിടയിലെ സംഘടനം കുറച്ചെങ്കിലും ഈ ക്യാമറയിലെ ദൃശ്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു, പരിശോധിക്കുന്നു. ഇത് വിജു കൃഷ്ണൻ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശി, മുൻപ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട തമിഴ്നാട് സ്വദേശിയാണെന്ന നിഗമനത്തിലെത്തിയതിനു ശേഷം പിന്നീട് ഇയാൾ എവിടെയുണ്ട് എന്ന് ട്രേസ് ചെയ്യുന്നതായിരുന്നു. അതിൽ പോലീസിനെ ഏറ്റവും അധികം വെല്ലുവിളി ആയിരിക്കുന്നത് ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളല്ല. കാരണം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി ചെറിയ ജോലികൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ
ഇയാൾ ഈ തെരുവിൽ കിടന്നുറങ്ങുന്ന വൃദ്ധരായ ആളുകൾ ഇവരുടെ അടുക്കലെത്തി പണം ചോദിക്കും. ഈ പണം കൊടുത്തില്ലെങ്കിൽ ഇവരെ ക്രൂരമായിട്ട് മുഖത്തിടിക്കുന്നു, നിലത്ത് വീഴുന്നു, അവരെ കൊലപ്പെടുത്താൻ പോലും മടിക്കാത്ത ഒരു സീരിയൽ കില്ലറാണ് ഇയാൾ. അങ്ങനെയാണ് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ ഈ വിജു കൃഷ്ണൻ കൊല്ലത്ത് ഈ കൃത്യം നടത്തിയതിന് ശേഷം മെയ് 24 ഈ കൃത്യം നടത്തിയതിന് ശേഷം രക്ഷപ്പെട്ടത് എങ്ങോട്ടാണ്? അങ്ങനെ പോലീസ് ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായത് ഇയാൾ തെന്മല ഭാഗത്തേക്കാണ്. സാധാരണ കൊല്ലത്തിൻ്റെ കിഴക്കൻ അതിർത്തി എന്ന് പറയുന്നത് ഈ തെന്മല, പുനലൂർ കഴിഞ്ഞാൽ തെന്മലയാണ്. ഈ തെന്മല കയറി തമിഴ്നാട്ടിലേക്ക് പോയിരിക്കാം. അങ്ങനെ ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് കൊല്ലം ജില്ലയിൽ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഭരണം മാറുമ്പോൾ സാധാരണഗതിയിൽ ഈ പോലീസുകാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഉള്ള കേസുകളുടെ മുന്നോട്ട് പോക്കിലൊരു ചെറിയ ഡിലേ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകാതെ ഇത് ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോ ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിച്ചതിന് പിന്നാലെ കൊല്ലം ACPയുടെ നേതൃത്വത്തിൽ ഒരു 42 അംഗ പോലീസ് സംഘത്തെ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നു. അങ്ങനെ ആ പോലീസ് സംഘം തെന്മല, ഇയാൾ പോകുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾ തെന്മല ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകുന്ന നിഗമനത്തിൽ തമിഴ്നാട് പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ തെന്മലയിലേക്ക് പോകുന്നു. തെന്മലയിൽ ചെന്ന് ഇയാൾ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയെന്നറിയുന്നു. അങ്ങനെ കോയമ്പത്തൂരിലേക്ക് എത്തുന്നു. അങ്ങനെ കോയമ്പത്തൂരിലെത്തുന്ന പോലീസ് സംഘം അവിടെ നിന്ന് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ വാൽപ്പാറ ഭാഗത്തേക്ക് പോയി എന്ന് ഒരു നിഗമനത്തിലെത്തുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് പോലീസിന് ഏറ്റവും അധികം കുഴക്കിയത്. അങ്ങനെ ഈ കഴിഞ്ഞ ബുധനാഴ്ച വാൽപ്പാറയിലെത്തുന്ന പോലീസ് സംഘം വാൽപ്പാറയിലെ ഒരു സ്ലോട്ടർ ഹൗസിന് മുന്നിൽ നിന്ന് ഈ വിജു കൃഷ്ണൻ എന്ന് പറയുന്ന 23 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്തു. എന്തായാലും അയാളെ കഴിഞ്ഞ ദിവസം കൊല്ലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഘട്ടത്തിൽ ഇയാൾ അതായത് ഈ മെയ് 24 നടന്ന കൊലപാതകം, അതായത് മുണ്ടയ്ക്കൽ സ്വദേശിയായിട്ടുള്ള രാജേന്ദ്രൻ എന്ന ലോട്ടറി വിൽപ്പനക്കാരൻ്റെ കൊലപാതകത്തിൽ വിജു കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിനാണ് പോലീസ് ഉള്ളത്. ഇത്തരത്തിൽ കുറേ നാളായി ഒരു സൈക്കോ അല്ലെങ്കിൽ സീരിയൽ കില്ലർ, പല കാലത്തിലായി പല സീരിയൽ കില്ലർമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. റിപ്പർ ജയാനന്ദൻ തുടങ്ങി സൈനൈഡ് ജോളി, അങ്ങനെ നീളുന്നൊരു പട്ടികയാണ്. കാരണം അങ്ങനെ ഒരു മാനസിക പ്രശ്നമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ക്രൈമിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിലേറ്റവും ഒടുവിലായിട്ട് എന്തായാലും ഇയാൾ തമിഴ്നാട്ടിൽ നിന്ന് പരോളിൽ ഇറങ്ങിയതിന് ശേഷമാണ് കേരളത്തിലേക്ക് എത്തി ഇങ്ങനൊരു ക്രൈം ആവർത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇയാൾ കൊല്ലത്തേക്കാണോ ആദ്യം വന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം വരാൻ പറ്റുന്നത് കൊല്ലത്തേക്കല്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ദുരൂഹമായ സാഹചര്യത്തിൽ സാധാരണയായിട്ട് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് കടത്തിണ്ണകളിൽ അനാഥരായി, അതായത് വലിയ മൽപ്പിടുത്തത്തിനൊന്നും പോകാത്ത ആളുകളെ കണ്ടെത്തി ഇവരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത് കൊടുത്തില്ല എങ്കിൽ ഇവരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുക. അതൊരു പക്ഷേ കൊലപാതകത്തിലേക്ക് പോലും പോകാൻ മടിയില്ലാത്ത തരത്തിലുള്ളൊരു കൊലയാളിയാണ് ഇയാൾ. ഇങ്ങനെ കൈവശപ്പെടുത്തുന്ന പണം കൊണ്ട് ഇയാൾ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കും. ഈ ഭക്ഷണം കഴിച്ച് എപ്പോഴും ആരോഗ്യ ദൃഢഗാത്രനായിട്ടിരുന്നിട്ടാണ് ഇയാൾ ഈ പാവപ്പെട്ട ഈ വഴിയരികിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളോട് പണം ആവശ്യപ്പെടുന്നതും കൊടുത്തില്ലെങ്കിൽ ഉപദ്രവിക്കുന്നത്. എന്തായാലും വലിയൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം കൂടിയാണ് ഈ സൈക്കോ കില്ലർ. എന്തായാലും ഇയാൾ സമാനമായ രീതിയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ എന്തായാലും മെയ് 24 ഈ കമ്മീഷണർ ഓഫീസിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ രാജേന്ദ്രൻ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇയാളെ പിടികൂടിയത്. എന്തായാലും പാരിപ്പള്ളിയിൽ നടന്ന അന്നത്തെ ഏപ്രിൽ 19 കൊലപാതകത്തിലും ഇയാൾ തന്നെയാണോ എന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസ്. ശരി.